ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. ഔവാരിധൗദാന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമ. ഗർവിച്ചു വന്നൊരു ജരാസന്ധനോടു യുധി ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. ഔവാരിധൗ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി നാരായണായ നമ. ശ്രീ മഹാഭാഗവതം ദശമസ്കന്ധത്തിലുള്ള കഥയാണ് ജരാസന്ധന്റേത്. കംസനെ കൊന്നതുകൊണ്ട് കംസന്റെ ശ്വശുരനായിട്ടുള്ള ജരാസന്ധൻ കൃഷ്ണനോട് 18 പ്രാവശ്യം യുദ്ധത്തിന് വന്നു. മധുരാപുരി വളയുകയും ചെയ്തു. 17 പ്രാവശ്യവും ജരാസന്ധൻ യാദവന്മാരാൽ പരാജിതനായി. കൃഷ്ണൻ അവനെ കൊല്ലാതെ തന്നെ പറഞ്ഞയച്ചു. 18ാം പ്രാവശ്യം ശൃംഗാലനെ വധിച്ചു. അതിൽ ക്രുദ്ധനായിട്ടുള്ള ജരാസന്ധൻ വീണ്ടും മധുരാപുരി ആക്രമിച്ചു. പക്ഷെ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? വരുണന്റെ സഹായത്തോടെ പശ്ചിമ സമുദ്രത്തിലെ ജലം മാറ്റി കുശസ്ഥലി എന്ന ദ്വീപുണ്ടാക്കി അവിടെ വാണു. കുശസ്ഥലി ദ്വാരക. കൃഷ്ണനെ കൊണ്ട് ജരാസന്ധനെ വധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കൃഷ്ണനാൽ വധ്യനല്ല ജരാസന്ധൻ എന്നൊരു അശരീരി ഉണ്ടായി. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ജരാസന്ധനെ കൊല്ലാതെ വിട്ടയച്ചത്. അതിന് ഇനിയും ഇടയാകണ്ടെന്ന് കരുതി ദ്വാരകയിലേക്ക് ഭഗവാൻ മാറി. ഈ വസ്തുതയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇത് കണ്ടാല് ജരാസന്ധനോട് യുദ്ധത്തിൽ നേരെ നിൽക്കാൻ ഭഗവാന് കഴിവില്ല എന്ന് ധരിച്ചു പോകും എന്ന് ആചാര്യൻ പറയുന്നു. രാമാവതാരത്തില് സമുദ്രം വഴി കൊടുക്കാഞ്ഞത് കൊണ്ട് ആഗ്നേയാസ്ത്രം അയച്ചിട്ട് സമുദ്രജലം വറ്റിക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ഒരുങ്ങിയിട്ടുള്ള സന്ദർഭം ഉണ്ടല്ലോ, അതുപോലെ തന്നെ വായിച്ചെടുക്കാവുന്നതാണ് ഈ സന്ദർഭം. പശ്ചിമ സമുദ്രത്തിലെ ശ്രീകൃഷ്ണൻ വരുണന്റെ സഹായത്താൽ ജലമകറ്റി കുശസ്ഥലി പട്ടണം ഉയർത്തി താമസിച്ചിട്ടുള്ള കഥ. ദഹനബാണം തൊടുക്കുക എന്നുള്ളത് ഒരു ലാക്ഷണികമായിട്ടുള്ള പ്രയോഗമാണ്. ജരാസന്ധനെ അകറ്റി നിർത്താൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് ആണ് കുറച്ചുകൂടി ഉപപത്തി നൽകുന്നത്. ഈ പറഞ്ഞ 2 കാര്യങ്ങളും വിരുദ്ധാണ്. അതുകൊണ്ട് അവ അസാധാരണവുമാണ്. അസാധാരണത്വം ഭഗവാന്റെ കർമ്മങ്ങളിൽ കാണുന്നവയാണ്. സാധാരണക്കാർക്ക് അത് സമന്വയിപ്പിക്കാൻ പറ്റില്ല. അതാണ് മായ എന്ന് പറയുന്നത്. ധർമ്മശാസ്ത്രങ്ങളിലും ദർശനങ്ങളിലും പുരാണേതിഹാസത്തിലും ഒക്കെ ഒരു അസാധാരണത്വം നമുക്ക് കാണാൻ കഴിയും. അവ യുക്തിക്ക് നിരക്കുകയില്ല എന്ന് പറഞ്ഞ് തള്ളിയാല് സാധാരണത്വത്തിനപ്പുറം ചെല്ലാൻ നമുക്ക് കഴിവില്ല എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജപത്നിയും പിരിഞ്ഞളവ് തന്നെ തിരഞ്ഞു മുഴുകിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമ. ഘർമാതപം കുളിർനിലാവെന്നു തമ്പിയോടു ചെമ്മേ പറഞ്ഞു നിജ പത്നിയും പിരിഞ്ഞളവോ തന്നെ തിരഞ്ഞു മുഴുകിച്ചു മൃഗാക്ഷികളെ വൃന്ദാവനത്തിലഥ നാരായണായ നമ. രാമായണം നമുക്ക് ഓർക്കാം. സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയപ്പോ ശ്രീരാമൻ ലക്ഷ്മണനെ ഒന്നിച്ച് വനത്തില് സീതയെ തേടി നടന്നു. അന്ന് ദുസ്സഹമായ വിരഹതാപം ശ്രീരാമൻ അനുഭവിച്ചു. ആ സമയത്ത് ശീതളമായ ചന്ദ്രിക പോലും അദ്ദേഹത്തിന് ഉഷ്ണകാലത്തെ അതികഠിനമായിട്ടുള്ള ചൂടായിട്ട് തോന്നി. അതേ അവസരത്തില് കൃഷ്ണാവതാര കാലത്ത് വൃന്ദാവനത്തില് അദ്ദേഹം ഗോപികമാരെ വിരഹതാപത്തിലാഴ്ത്തി അവരിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയും ചെയ്തു. ഇത് രണ്ടും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ്. പൂനിലാവ് ചൂടെന്ന് തോന്നി എന്ന് പറയുന്നത് പോലെ തന്നെ ശരിയാണ് ചൂട് പൂനിലാവാണെന്ന് തോന്നി എന്ന് പറയുന്നതും. രണ്ടും വിരുദ്ധങ്ങളായ 2 ധർമ്മങ്ങൾ. പക്ഷെ അവ വിരുദ്ധങ്ങളാണോ? ഒരിക്കലുമല്ല. സൂര്യന്റെ പ്രകാശമല്ലാതെ ചന്ദ്രന് പ്രകാശമൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊരു തോന്നൽ മാത്രമല്ല, ശാസ്ത്രീയമായ സത്യമാണ്. ഈ സത്യമാണോ ഇവിടെ ലക്ഷ്യം? അല്ല. ഇവിടെ മുമ്പ് ചൂണ്ടിക്കാട്ടിയ സമന്വയം തന്നെ പരാമർശമായിട്ടുള്ളത്.
പദ്യത്തിന് മുമ്പ് വൈരുദ്ധ്യങ്ങളാണ് എടുത്തു കാട്ടിയത്. വൈരുദ്ധ്യം പ്രപഞ്ചധർമ്മമാണ്. സാംസാരിക ജീവിതം ഒരു ധ്രുവമാണ്, മറ്റൊരു ധ്രുവമാണ് പാരമാർത്ഥിക ജീവിതം. ചൂടിന് നിലാവായും നിലാവിന് ചൂടായും വിരഹത്തെ സമ്മേളനമായും സമ്മേളനത്തെ വിരഹമായും കാണാൻ കഴിയുമ്പോൾ മാത്രമാണ് അസാധാരണത്വം അനുഭവവിഷയാവുക. ഈ അസാധാരണത്വത്തെ സാക്ഷാത്കരിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ലൗകിക ജീവിതത്തിൽ തന്നെ അസാധാരണത്വത്തെ സാധാരണത്വമാക്കി മാറ്റാൻ കഴിയണം. അപ്പോഴാണ് സമന്വയ ചിന്ത ഒരുവന്റെ സമ്പത്തായി തീരുന്നത്. രാമാവതാരത്തിലും കൃഷ്ണാവതാരത്തിലും നമ്മൾ അത് കാണുന്നുണ്ട്. നിവൃത്തിയിൽ നിന്ന് പ്രവൃത്തിയുടെ വിരഹമാണ് വിരഹം. ജീവിതത്തിലെ എല്ലാത്തരം വിരഹവും ദുഃഖവും ആനന്ദസ്വരൂപമായ സ്വന്തം ആത്മഭാവത്തിൽ നിന്നുള്ള വിരഹവും വേദനയുമാണ്. ഈ വിരഹം ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വിരഹത്തെയും വിരഹരാഹിത്യത്തെയും തമ്മിൽ യോജിപ്പിക്കുക. അതാണ് യോഗം. ഈ ഡയലറ്റിക്സ് മനസ്സിലാകാത്തവർക്ക് ഒരിക്കലും മോചനമല്ല. പ്രവൃത്തി നിവൃത്തികൾ രണ്ടും രണ്ടായി തന്നെ പ്രത്യക്ഷപ്പെടും. അത് മായയാണ്. അപ്പോൾ മായ എന്ന പേരിൽ അറിയപ്പെടുന്ന വൈരുദ്ധ്യങ്ങളെ എല്ലാം മനസ്സിലും ബുദ്ധിയിലും ആത്മാവിലും ഹോമിച്ച് സമന്വിതമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഈ അവസ്ഥ നമ്മുടെ സ്വാഭാവികതയാണ്. അത് എവിടുന്നും ആകർഷിച്ചു കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയല്ല. അതാണ് നമ്മുടെ സത്ത. നാം തന്നെയാണ് അത്. വിവേകാനന്ദ സ്വാമികളുടെ ഒരു കോട്ടിങ്സ് നമുക്ക് ഓർക്കാം. സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗുഡ് ടു ബി ബോൺ ഇൻ എ ചേർച്ച് ബട്ട് ബാഡ് ടു ഡൈ ഇൻ എ ചേർച്ച്. ഇതിനെ നമുക്ക് പറയുകയാണെങ്കിൽ, അമ്പലത്തിൽ ജനിക്കുന്നത് നല്ലതാണ്, പക്ഷെ അമ്പലത്തിൽ മരിക്കുന്നത് നല്ലതല്ല. അല്ലെങ്കിൽ അമ്പലത്തിൽ തന്നെ മരിക്കുന്നത് മോശമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ദേവാലയവും നാമജപവും ഒക്കെ യോഗശാസ്ത്രത്തിലെ പ്രാരംഭ നടപടികളാണ്. അവയിൽ നിന്ന് മനുഷ്യൻ ഉയർന്നുയർന്ന് യോഗചര്യയുടെ പരമകാഷ്ഠയായ മോക്ഷത്തിലെത്തണം. ഈ പ്രാപഞ്ചിക ജീവിതം നിത്യമുക്തവും യഥാർത്ഥവുമായ ഒരു ജീവിതമാണെന്ന് ധരിക്കരുത്. അനുഭവ കോടിയില് ഈ പ്രാപഞ്ചിക ജീവിതം നിത്യമുക്തമായിട്ടുള്ള യഥാർത്ഥമായ ഒരു ജീവിതമാണെന്ന് ധരിക്കണം. അത് അനുഭവത്തിൽ വരുത്താൻ വേണം. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഈ സമന്വയത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ പരിമിതമായ ഇന്ദ്രിയജ്ഞാനം ഒരു സങ്കുചിതമായ പരിവേഷത്തില് നിർത്തിക്കളയുന്നു മനുഷ്യനെ. അതുകൊണ്ട് മനുഷ്യൻ അവസാനം വരെയും ഒരു ഭ്രാന്ത ലോകത്തിൽ തന്നെ കഴിയാൻ വിധിക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ജ്ഞാനം കണക്കെയുള്ള വഞ്ചക്ഷരത്തിനും ഇതൂനും വരുത്തിയൊരു നക്തം ചരിക്കുബത കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാള് ഹരിനാരായണായ നമ. ജ്ഞാനം കണക്കെയുള്ള വഞ്ചക്ഷരത്തിനും ഇതൂനം വരുത്തിയൊരു നക്തഞ്ചരിക്കുബത കൂനോരുദാസിയെ മനോജ്ഞാംഗിയാക്കിയതും ഒന്നല്ലയാളു ഹരിനാരായണായ നമ. ഇവിടെ ശൂർപ്പണഖോദന്തമാണ് പരാമർശിക്കുന്നത്. പഞ്ചവടിയില് ശ്രീരാമൻ സീതാലക്ഷ്മണ സമേതനായിട്ട് കഴിയുന്ന കാലത്ത് രാവണാനുജയായ ശൂർപ്പണഖ കാമാതുരയായി രാമനെയും പിന്നെ ലക്ഷ്മണനെയും മാറി മാറി വരനായിട്ട് അഭ്യർത്ഥിച്ചു. നിരാശയായി തീർന്നു. സീതയെ കടന്നാക്രമിച്ചു. അത്രയുമായപ്പോ ലക്ഷ്മണൻ അവളുടെ നാസിക തുടങ്ങിയ അംഗങ്ങൾ ഛേദിച്ച് അവളെ വികൃതയാക്കുകയുണ്ടായി. ങ ഞ ണ ന മ എന്നീ അനുനാസിക വർണ്ണങ്ങൾ ഉച്ചരിക്കാൻ അതത് വർഗാക്ഷരങ്ങൾക്ക് ആവശ്യമായ മുഖാവയവങ്ങൾ കൂടാതെ നാസികയുടെ കൂടെ സഹായം വേണം. നാസികയ്ക്ക് ഈ വർണ്ണങ്ങളുടെ ഉച്ചാരണത്തിൽ പ്രാധാന്യമുള്ളതിനാണ് അവയെ അനുനാസികങ്ങൾ എന്ന് പറയുന്നത്. ശൂർപ്പണഖയുടെ നാസിക ലക്ഷ്മണൻ മുറിച്ചു കളഞ്ഞപ്പോ അവൾക്ക് ഈ 5 വർണ്ണങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിവില്ലാതെയായി എന്ന് പറയാണ് ഈ ശ്ലോകത്തില്.
ഇനി കൂനോരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയത് ഇതേ രാമനാണ്, അല്ലെങ്കിൽ ഈ രാമന്റെ അടുത്ത അവതാരമായിട്ടുള്ള ഇതേ കൃഷ്ണനാണ്. കൃഷ്ണാവതാര കാലത്ത് ഇതേ ആളാണ് ശ്രീകൃഷ്ണൻ അക്രൂരനും ഒന്നിച്ച് കംസന്റെ കൊട്ടാരത്തിലേക്ക് ജ്യേഷ്ഠനായ ബലരാമനും ചേർന്ന് തേരിൽ പുറപ്പെട്ടു. കൃഷ്ണൻ വഴിയിലെ കളഭക്കൂട്ടുമായി വന്നിട്ടുള്ള കുബ്ജ എന്ന് പറഞ്ഞാൽ കൂന്ന ദാസിയാണ്, കൂനുള്ള ദാസിയാണ് കുബ്ജ. അവളെ എന്ത് ചെയ്തു? അവളുടെ കാലിലൊരു ഒറ്റ ചവിട്ട് കൊടുത്തിട്ട് അവളുടെ താടി പിടിച്ച് അങ്ങോട്ട് പൊന്തിച്ചു എന്നാ പറയണത്. അവൾ അതിസുന്ദരിയായിട്ട് മാറി, കൂനൊക്കെ മാറിയിട്ട് സുന്ദരിയായി. ആ സുന്ദരിയാക്കിയതും ആരാണ്? ഇതേ ആള് തന്നെയാണ്. ഒരൊറ്റ ആളാണ്. ലക്ഷ്മണൻ കേവലം ശ്രീരാമന്റെ കിങ്കരനാണ്. അപ്പൊ അതുകൊണ്ട് ലക്ഷ്മണൻ ചെയ്ത പ്രവൃത്തിക്ക് ഉത്തരവാദി ശ്രീരാമൻ തന്നെയാണ്. ശ്രീരാമൻ പറഞ്ഞിട്ടാണല്ലോ ലക്ഷ്മണൻ ചെയ്യുന്നത്. ഇവിടെ കൃഷ്ണൻ ചെയ്തു. ഇവ രണ്ടും വ്യത്യസ്തങ്ങളും രണ്ട് ധ്രുവങ്ങളുമാണ്. ഈ രണ്ട് വിഭിന്നമായ കാര്യങ്ങൾ സാധിച്ചത് ഒരാൾ തന്നെയാണ്. ഇവിടെ നാനാത്വമാണ് പ്രതിപാദ്യം. നാനാത്വം എന്ന് പറഞ്ഞാൽ വൈവിധ്യം എന്നെടുത്ത് പറയേണ്ട കാര്യമില്ല. ഈ വൈവിധ്യങ്ങളെ സമന്വയിപ്പിക്കുകയാണ്. അപ്പൊ അദ്വൈതാകും. ഇത് രണ്ടും രണ്ടല്ല. ഈ യോഗ പ്രക്രിയ ഭഗവാന്റെ എല്ലാ കർമ്മങ്ങളിലും കാണാൻ. പ്രപഞ്ചം അങ്ങനെയുള്ള വൈവിധ്യങ്ങളുടെ ഒരു പരമ്പരയാണ്. ഈ വൈവിധ്യങ്ങൾ ഒന്നിൽ തന്നെ സമന്വയിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണുമാറാകുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. അങ്ങനെയുള്ള ഒരു യോഗചര്യയായിട്ട് ജീവിതം മാറുവാൻ ആഗ്രഹിക്കുന്ന ആചാര്യൻ അതിന് സഹായിക്കുന്ന ആധ്യാത്മിക സംസ്കാരത്തിന് തയ്യാറാക്കുന്ന നാമജപം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വൈരുദ്ധ്യം മായയും സമന്വയം മായാനിരാസവുമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏകാന്ത ഭക്തി ഉളവാകാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കർത്തവ്യം. വേറൊരു അഭിപ്രായമുണ്ട്. രാമാവതാര കാലത്ത് ശൂർപ്പണഖ തന്നെയാണ് കൃഷ്ണാവതാര കാലത്ത് കുബ്ജയായിട്ട് പുനർജന്മം എടുത്തത് എന്നും, രാമാവതാര കാലത്ത് രാമൻ ചെയ്ത കർമ്മങ്ങൾക്ക് പകരമായിട്ട് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് കൃഷ്ണാവതാര കാലത്ത് ഏതൊരു ആത്മാവിനെയാണോ വിരൂപയാക്കിയത് അതേ ആത്മാവിനെ തന്നെ സുന്ദരിയാക്കി മാറ്റി. ഏതൊരു വിവാഹാഭ്യർത്ഥനയാണോ നിരസിച്ചത് അതേ സോളിന്റെ വിവാഹാഭ്യർത്ഥന സ്വീകരിക്കുകയും അവളെ പത്നിയായിട്ട് സ്വീകരിക്കുകയും അവളിൽ കുഞ്ഞുണ്ടാവുകയും ചെയ്തു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോ കർമ്മം എന്നത് ഭഗവാനും നിഷിദ്ധമല്ല. ഏതൊരു കർമ്മമാണോ ബാലൻസ് ആയി നിൽക്കുന്നത് അത് തീർക്കാൻ പുനരവതാര കാലത്ത് ഭഗവാൻ പോലും അത് തീർക്കുന്നു. അപ്പോൾ പിന്നെ സാധാരണ ആളുകളുടെ കാര്യം പറയേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യു യുധി തേർപൂട്ടി നീയജിത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജം ഹഹ നാരായണായ നമ. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്യുതി തേർപൂട്ടി നീയജിത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജം ഹഹ നാരായണായ നമ. അജിതൻ എന്ന വാക്കിന്റെ അർത്ഥം ആരാലും ജയിക്കപ്പെടാത്തവൻ എന്ന് വെച്ചാൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവൻ. അല്ലയോ അജിത, അല്ലയോ കൃഷ്ണ. ചമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുക്കി ഉടൻ ഇന്ദ്രാത്മജന് യുദ്ധി തേർപൂട്ടി. ചമ്മട്ടി എടുത്ത് കുതിരയുടെ കടിഞ്ഞാണും മുറുക്കി കുരുക്ഷേത്ര യുദ്ധഭൂമിയില് അർജുനന് വേണ്ടി അർജുനന് വേണ്ടി തേർ നടത്തി. അത് നീയാണ്. വേറൊരു ഇന്ദ്രാത്മജൻ എന്ത് ചെയ്തു? രാമാവതാര കാലത്ത് ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ട് കൊന്നതും ഒരു ഇന്ദ്രാത്മജം. വൃക്ഷങ്ങളുടെ പിന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് അവിടുന്ന് രാമാവതാര കാലത്ത് കൊന്നത് ഇന്ദ്രാത്മജനായ ബാലിയാണ്. യുദ്ധത്തിൽ സഹായിച്ചത് ഇന്ദ്രന്റെ മകനെ, കൊന്നതും ഇന്ദ്രന്റെ മകനെ. ഇതും വിരോധം തോന്നിക്കുന്ന കർമ്മങ്ങളാണ്. അത് രണ്ടിനെയും ഇവിടെ ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ആയുധമൊന്നും എടുക്കാതെ പാണ്ഡവർക്ക് മിത്രമായി അവരെ സഹായിക്കുവാൻ
ബാധ്യസ്ഥനായി കുരുക്ഷേത്ര യുദ്ധരംഗത്തിൽ ഭഗവാൻ കഴിഞ്ഞു. ഒരു ഹിംസയും താൻ നടത്തിയില്ല. പക്ഷെ അവിടെ നടന്ന ഹിംസയ്ക്ക് മുഴുവൻ ഉത്തരവാദി ആരാണ്? ഭഗവാൻ തന്നെ. ഗാന്ധാരി അവസാനം ഇക്കാര്യം പറഞ്ഞ് ഭഗവാനെ ശപിക്കുന്നുമുണ്ട്. ഭഗവാൻ എല്ലാത്തരം ചെയ്തികൾക്കും ചിന്തകൾക്കും വികാരങ്ങൾക്കും അതീതനാണ്. ഹിംസയും അഹിംസയും മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. അവ മനുഷ്യലോകത്തിൻ്റെത് മാത്രമാണ്. യോഗാചാര്യനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവയ്ക്കെല്ലാം അതീതനാണ്. അതെല്ലാം തന്നെ ഭൗതിക സംബന്ധികളും ആപേക്ഷികങ്ങളും അതിനാൽ തന്നെ മായാനിർമ്മിതങ്ങളുമാണ്. അവയ്ക്ക് അപ്പുറത്താണ് സ്ഥിതപ്രജ്ഞന്റെ നില. ബാലിയെ മറിഞ്ഞു നിന്ന് ഒളിയം പെയ്ത് കൊന്നു. അതും ഭഗവാന്റെ സമന്വയ സ്വഭാവത്തിന്റെ മുമ്പിൽ പൊലിഞ്ഞു പോകുന്നു. നന്മതിന്മകളും ഹിംസാഹിംസകളും ധർമാധർമ്മങ്ങളും എല്ലാം മാനുഷികമായ ബുദ്ധിയുടെ വകതിരിവുകൾ. അവ കണ്ടു ഭ്രമിക്കുക എന്നുള്ളത് ജ്ഞാനികൾക്ക് ചേർന്നതല്ല. അതിനാൽ ലൗകികമായ കണ്ണുകൊണ്ട് അധർമ്മം എന്ന് തോന്നുന്നതും ധർമ്മം എന്ന് തോന്നുന്നതും ആധ്യാത്മിക ദൃഷ്ടി കൊണ്ട് മായയുടെ കളികൾ മാത്രമാണ്. ഇന്ദ്രാത്മജനെ അർജുനനെ യുദ്ധത്തിൽ സഹായിച്ചു. മറ്റൊരു ഇന്ദ്രാത്മജനെ ബാലിയെ ഒളിയം പെയ്ത് കൊന്നു. ഒരാളിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പ്രതിപത്തിയോ വിപ്രതിപത്തിയോ ഇല്ലാത്ത യോഗഗമ്യമായ അന്തരംഗാവസ്ഥയെ സാധാരണക്കാരന് കാട്ടിക്കൊടുക്കാൻ സഹായിക്കും. അത്ഭുതവും വൈരുദ്ധ്യവും അസാധാരണത്വത്തിന്റെ പ്രതിനിധികളാണ്. ആത്മാവിന്റെ അസാധാരണത്വം യോഗജീവിതത്തിന്റെ അടിസ്ഥാനം. ഇവിടെ അജാമിളന്റെ കഥ പറഞ്ഞ് 31 തുടങ്ങിയതാണ് വൈരുദ്ധ്യങ്ങളുടെ സമന്വയം. അത് ഈ ശ്ലോകത്തോട് കൂടിയിട്ട് കഴിയാണ്. ഈ ശ്ലോകത്തിൽ അത് ഉപസംഹരിക്കുന്നു. ചന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമയാർക്കും തിരിക്കരുത്. അന്നു കാൺമതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി മമ നാരായണായ നമ. ചന്നത്വമാർന്ന് കനൽ പോലെ നിറഞ്ഞുലകിൽ മിന്നുന്ന നിൻ മഹിമ ആർക്കും തിരിക്കരുത്. അന്നു കാൺമതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി മമ നാരായണായ നമഃ. ചന്നത്വമാർന്നിട്ട് കനൽ പോലെ ഉലകിൽ നിറഞ്ഞു മിന്നുന്ന നിന്റെ മഹിമ ആർക്കും തിരിക്കരുത്. ലോകത്തിലെങ്ങും കനൽ പോലെ നിറഞ്ഞു മറഞ്ഞ് പരബ്രഹ്മത്തിന്റെ മഹത്വം മിന്നിത്തിളങ്ങുകയാണ്. മറഞ്ഞ് ലോകത്തിലെങ്ങും നിറഞ്ഞു മിന്നിത്തിളങ്ങാൻ എങ്ങനെ സാധിക്കും എന്നാണ് ആക്ഷേപം. സ്ഥൂലവും സൂക്ഷ്മവും രണ്ട് എന്ന പ്രതീതി അസത്യമാണ്. എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്ന ആ ചൈതന്യ സ്വരൂപമായ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിയുമ്പോൾ അനുപ്രസ്ഥമായിട്ടുള്ള സ്ഥൂലത മാറിക്കിട്ടും. സ്ഥൂലത്വം എന്നത് സൂക്ഷ്മത്വത്തിലേക്ക് ലയിക്കും. ഒരു വിത്ത് പൊളിച്ചു നോക്കൂ. ഉള്ളിലേക്ക് ചെല്ലും തോറും സൂക്ഷ്മതരവും സൂക്ഷ്മതമവുമായി ആ വിത്ത് ഇങ്ങനെ തീരുന്നത് കാണാം. ഒടുവിൽ സത്താ മാത്രമായിട്ട് അവശേഷിക്കും. ആ സത്തയിൽ നിന്ന് ഒരു മഹാവൃക്ഷം ഉണ്ടാവും. ആ മഹാവൃക്ഷം എവിടെ ഇരിക്കുന്നു? ആ സൂക്ഷ്മ സത്തയിൽ, അഥവാ ആ സൂക്ഷ്മ തത്വം തന്നെയാണ് മഹാവൃക്ഷമായി കാണപ്പെടുന്നത്. ആ മഹാവൃക്ഷം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന പ്രകാശിക്കുന്ന തത്വം സത്ത തന്നെയാണ്. പരിണാമരൂപമായിട്ട് സാഖ്യന്മാര് ഈ ദർശനം വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് അദ്വൈത വേദാന്തത്തിന്റെ ദിശാവിവർത്തം മൂലം തന്നെയാണ് ഉണ്ടാവുന്നത്. ഓരോ വസ്തുവും അതിസൂക്ഷ്മമായിട്ടുള്ള അണുവായി വിഭജിച്ച് അവസാനം തേജസ്സിലാണ് ചെന്ന് നിൽക്കുന്നത്. ഏത് സ്ഥൂല പദാർത്ഥവും തേജസ്സിന്റെ ചെറിയ ഒരവസ്ഥയാണ്. സയൻസിനും ഈ അഭിപ്രായം സമ്മതമാണ്. അദ്വൈത തത്വം സയൻസിന്റെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാനല്ല ഇങ്ങനെ പറയുന്നത്. ശാസ്ത്രീയ ദർശനങ്ങൾ മാറി മാറി മറ്റൊന്നായി തീരുന്നു. അദ്വൈതം എന്നത് ആത്യന്തികമായ സമാധി ദശയിലെ അനുഭവമാണ്. അത് ഭൗതികമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുകയില്ല. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ മമ തോന്നി. നിത്യമായി കണ്ടറിഞ്ഞതിനെ ആണ് മാമുനിമാര് കീർത്തിക്കുന്നത്. നമുക്ക് അനുഭവമായി തീരാത്ത പരബ്രഹ്മ തത്വത്തെ യോഗികൾ അനുഭവിച്ചറിഞ്ഞിട്ട് അതിന്റെ മഹിമ വാഴ്ത്തിപ്പാടുന്നു, നമുക്ക് പറഞ്ഞു തരുന്നു.
ആ സത്തയെ പറ്റി പറയുന്ന ഭാഷ പോലും പരിമിതമാണ്, നാനാത്വ സംബന്ധിയാണ്, അതുകൊണ്ട് ആപേക്ഷികമാണ്, നശ്വരമാണ്. അതിലൊക്കെ ഒതുക്കി പറയണമെങ്കിൽ അസാധാരണത്വം കലർത്തിയേ ഒക്കുള്ളൂ. അപ്പൊ യുക്തിഭംഗം വരും, മനസ്സിലാകുകയുമില്ല. ഇതാണ് ബ്രഹ്മത്തിന്റെ സ്ഥിതി എന്ന് നമ്മൾ എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. ജന്തുക്കളുള്ളിൽ വിലസിടുന്നു പാർക്കിലിഹ, ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം. തന്തോ മണിപ്രകരഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതിഭിത നാരായണായ നമ. ജന്തുക്കളുള്ളിൽ വിലസിടുന്നു പാർക്കിലിഹ, ബന്ധം വിടാതെ പരിപൂർണാത്മനാ സതതം. തന്തോ മണിപ്രകര ഭേദങ്ങൾ പോലെ പരമെന്തെന്തു ജാതിഭിത നാരായണായ നമ. അങ്ങനെ ചിന്തിച്ചു നോക്കിയാല് ഈ പ്രപഞ്ചത്തില് ജീവികളുടെ ഉള്ളിൽ നിരന്തരമായി പൂർണ്ണ സ്വരൂപത്തില് പരമാത്മാവ് സദാ ശോഭിക്കുന്നു. ഒരു നൂലിലുള്ള രത്നങ്ങളുടെ ഭേദങ്ങൾ എന്ന പോലെ എത്രയെത്ര ജാതിഭേദങ്ങളാണ് ഇവിടെ ഉള്ളത്. പരമാത്മാവ് അതിന്റെ പൂർണ്ണമായ അളവിലും മഹത്വത്തിലും ഈ ലോകത്തുള്ള ചരാചരങ്ങളുടെ അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നു. വിഭജിക്കപ്പെട്ട് കാണുമ്പോൾ പ്രപഞ്ചമായി. ഉള്ളിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ആത്മാവല്ലാതെ പുറമേ ജഡമായ അവസ്ഥ വസ്തുക്കൾക്കുള്ളതായി സങ്കല്പിക്കരുത്. അകമല്ലാതെ പുറമെന്നൊന്നുമില്ല. അങ്ങനെ വന്ന രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിക്കും. ദ്വന്ദ്വാത്മകത്വത്തെ കുറിക്കുന്ന ബോധത്തിൽ നിന്നുള്ള നിവൃത്തിയാണ് മോക്ഷം. നൂലിൽ വിവിധങ്ങളായ രത്നങ്ങൾ കോർത്ത മാലയുടെ ഉള്ളിൽ അവയെ ബന്ധിപ്പിച്ചുകൊണ്ട് അതേ സമയം ബന്ധം വിടാതെ നൂൽ നിൽക്കുകയാണ്. പാമര ഹൃദയത്തിന് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു പ്രയോഗം എന്ന് മാത്രം കണക്കാക്കിയാൽ മതി. രത്നങ്ങളുടെ സംഖ്യയും രൂപവും പ്രപഞ്ച വസ്തുക്കളുടെ സംഖ്യയും വൈവിധ്യമാണ് സൂചിപ്പിക്കുന്നത്. നൂലോ യഥാർത്ഥാണ്. നൂലോ യഥാർത്ഥം, രത്നങ്ങളോ എന്ന ചോദ്യം സംഗതാണ്. രത്നങ്ങൾ സ്ഥൂലങ്ങളാണ്, ആപേക്ഷികങ്ങളാണ്. നൂല് സൂക്ഷ്മം, ആപേക്ഷികമല്ല. അതിനാൽ സത്യം നൂല് മാത്രമാണ്. ആത്മാവ് യഥാർത്ഥം, വസ്തുഭേദങ്ങൾ അയഥാർത്ഥം. ഇനി ഒന്നും കൂടി ലളിതാക്കി പറഞ്ഞാല്, ഒരു നൂല് അതില് പലവിധ രത്നങ്ങൾ കോർത്തിരിക്കുന്നു. അതേപോലെ ഒരു പരമാത്മതത്വം അതില് പ്രപഞ്ചത്തിലെ എല്ലാം കോർത്തിരിക്കുന്നു. മനുഷ്യനും മൃഗവും വൃക്ഷങ്ങളും സർവസംഭവവും ആ പരമാത്മ തത്വത്തിൻ്റെതായ നൂലില് കോർത്തിരിക്കുന്നു. അപ്പൊ സത്യം എന്നുള്ളത് നൂല് മാത്രമാണ്, രത്നങ്ങള് സത്യമല്ല. അതേപോലെ പരമാത്മ തത്വം സത്യമാണ്. ബാക്കി പ്രപഞ്ചം മുഴുവൻ നശിക്കുന്നതാണ്. മരങ്ങൾ നശിക്കും, മനുഷ്യൻ നശിക്കും, ഇക്കാണായ ഭൂമിയിലെ സർവ്വതും നശിക്കും. അപ്പൊ അത് സത്യമല്ല. ഇനി എന്തുപോലെന്നാ പറഞ്ഞിരിക്കുന്നത്? അലരികളും മലരികളും ചുഴികളും ഒക്കെ ആയിട്ട് വ്യാപിച്ചിട്ടുണ്ട് വെള്ളം. അത് വെള്ളം മാത്രമാണ്. അലകളിലും മലരികളിലൊക്കെ വെള്ളമുണ്ട്. എന്ന് വെച്ചാല് അലയും മലരിയും തിരമാലയും ഒന്നും വെള്ളത്തിൽ നിന്ന് വ്യത്യാസമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു മരം വേരും തടിയും ശാഖയും ഉപശാഖയും ഇലകളും തളിരും പൂക്കളും മൊട്ടും കായകളൊക്കെ ആയിട്ട് പലതായിട്ട് കാണപ്പെടുന്നു. അവയിലൊക്കെ വ്യാപിച്ചു നിൽക്കുന്നത്, അവയായി മാറിയിരിക്കുന്നത് വിത്ത് മാത്രമാണ്. വിത്ത് സൂക്ഷ്മരൂപത്തിലെ വൃക്ഷമാകെ വ്യാപിച്ചു നിൽക്കുന്നു. അതല്ലാതെ വിത്ത് മാത്രമേ ഉള്ളൂ. ഒരു മരം കാണുമ്പോൾ അതിലെ വിത്തിനെയാണ് കാണേണ്ടത്. അതുപോലെയാണ് ഒരു പ്രപഞ്ചത്തിൽ ഒന്നിനെ കാണുമ്പോൾ പരമാത്മതത്വത്തെ കാണുന്നത്. അതേപോലെ തന്നെയാണ് തന്തവും മണിപ്രകര ഭേദങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നും മനസ്സിലാക്കണം. എന്ന് വെച്ചാല് ഒരു നൂലിലുള്ള രത്നങ്ങളുടെ ഭേദങ്ങൾ പോലെ തന്നെയുള്ളൂ ഈ പ്രപഞ്ചം എന്നർത്ഥം. ജങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലുമി തോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ജയ നാരായണായ നമഃ.
ജങ്കാരനാദമിവ യോഗീന്ദ്രരുള്ളിലും ഇതോതുന്ന ഗീതകളിലും പാൽപയോധിയിലും ആകാശവീഥിയിലും ഒന്നായി നിറഞ്ഞരുളും ആനന്ദരൂപ ജയ നാരായണായ നമ. ഝങ്കാരനാദം നാദബ്രഹ്മത്തിന്റെ പര്യായമായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അത് പ്രണവ മന്ത്രമായിട്ടുള്ള ഓങ്കാരാണ്. ഈ ഓങ്കാരം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. യോഗികളുടെ ഉള്ളിലെ അനാഹത ധ്വനിയും ഈ നാദം തന്നെയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനവും നമ്മുടെ ഹൃദയത്തുടിപ്പും ഒക്കെ ആ നാദബ്രഹ്മാണ്. ആ ഓങ്കാര ധ്വനി തന്നെയാണ് പ്രപഞ്ചരൂപമായി മാറിയിട്ടുള്ളത്. ചിതാകാശത്തിലേക്ക് സുഷുമ്നാ നാഡിയുടെ താഴെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി വിട്ടിട്ട് അനാഹത ചക്രത്തിൽ എത്തുമ്പോൾ ഈ ധ്വനി പ്രകടമായിട്ട് യോഗികൾക്ക് കേൾക്കാൻ പറ്റും. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി എന്ന് സൂക്ഷ്മതരമായിട്ടുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായി അറിയപ്പെടുന്ന ശബ്ദം ഝങ്കാരനാദമാണ്. എന്ന് വെച്ചാൽ സൂക്ഷ്മതരം പര, അത് മേലെ, പശ്യന്തി സൂക്ഷ്മം, മധ്യമയും വൈഖരിയൊക്കെ സ്ഥൂലം. ഇപ്പോ ഓം ഉച്ചരിക്കുകയാണെങ്കിൽ ആ എന്ന് തുടങ്ങുന്നത് സ്ഥൂലാണ്, നാമ്പളേക്ക് മധ്യമയാവും. പിന്നെ മൂളിമ്പോ പശ്യന്തിയും മേലെ ശൂന്യതയിലെത്തുമ്പോ മൗനത്തിലെത്തുമ്പോ പരയുമായിട്ട് മാറും. അങ്ങനെ ശബ്ദത്തിന് നാല് ഭാഗമാണ് ഉള്ളത് ഈ യോഗിക്ക് ആയിട്ടുള്ള ശബ്ദത്തിന്. അപ്പൊ ഈ ശബ്ദമൊക്കെ ഝങ്കാരം പ്രയോഗിച്ചിരിക്കുകയാണ് ഇവിടെ. ഏകാന്തമായ സ്ഥലത്ത് നിന്ന് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിച്ചാല് പുറത്തും നമ്മുടെ ഉള്ളിലും ഇതേ ശബ്ദം ഉണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടും. ആ നാദത്തിന്റെ സ്ഥൂലാണ് പ്രപഞ്ചം. ഇനി സൂക്ഷ്മതമമായ ഈ അവസ്ഥയെ ബ്രഹ്മം എന്ന് പറയും. വേദങ്ങളും ഉപനിഷത്തും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീത ഒക്കെ എന്താണ്? അതൊക്കെ ധ്വനികൾ മാത്രമാണ്. അവ നാദബ്രഹ്മത്തിന്റെ അഥവാ പരബ്രഹ്മത്തിന്റെ രൂപഭേദം തന്നെയാണ്. എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങളുടെ രൂപങ്ങളായ ഭാഷയും ഒക്കെ നാദബ്രഹ്മം തന്നെയാണ്. ഇനി പാൽപയോധിയിലും ആകാശവീതിയിലും ആ നാദം തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. പാൽപയോധി എന്ന് പറയുമ്പോൾ പല അർത്ഥവും പറയാം അത്രേ. സത്വഗുണവും നമ്മുടെ ബോധമണ്ഡലവും പാൽപയോധിയാണ്. പാലാഴി എന്ന് പറയുന്നത് സത്വഗുണം പാലാഴിയാണ്. അത് കടഞ്ഞാലാണ് അമൃത് വരിക. നമ്മുടെ ബോധമണ്ഡലം പാലാഴിയാണ്. അത് ധ്യാനം കൊണ്ട് കടഞ്ഞാല് അമരത്വം വരും. അമരത്വം നൽകുന്നതാണ് അമൃത്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും ഒക്കെ സമൂഹവും പാൽപയോധിയാണ്. ഇക്കണ്ട ചരാചരാത്മകമായിട്ടുള്ള പ്രപഞ്ചം ഒക്കെ ഉരുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് അവയെല്ലാം ചേർത്ത് പാലാഴി നമുക്ക് പറയാം. ഇപ്പോഴും പദാർത്ഥങ്ങളുടെ അന്തർഭാഗം ഉജ്ജ്വലമായി മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവയെയും പാലാഴി എന്ന് പറയാം. ആകാശ നീലിമ തമോ ഗുണ പ്രതിനിധിയാണ്. അഗാധമായ ആകാശം ചിതാകാശത്തിന്റെ പര്യായാണ്. വേദവേദാന്തങ്ങളൊക്കെ കർമ്മപരതയിൽ നിന്നും ഉണ്ടാവുകയാകയാൽ രജസിന്റെ പേരായിട്ട് പറയാം. അപ്പോൾ സത്വരജസ് തമോ ഗുണങ്ങളിലും നമ്മുടെ ബോധത്തിലും പ്രപഞ്ചമാകെ തന്നെ വ്യാപിച്ച് അവയൊക്കെയായിട്ട് പ്രകാശിച്ചു നിൽക്കുന്ന ഒരേ ഒരു സത്യമേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം ശബ്ദരൂപമായി തീരുമ്പോ പ്രണവമായിട്ട് അനുഭവപ്പെടുന്നു. കേവലമായ ബോധം ബ്രഹ്മം, ആ ബോധത്തിന്റെ സ്പന്ദനം നാദം, പാലാഴി കാരണജലം. യോഗീന്ദ്രന്മാര് വേദം, ഉപനിഷത്ത്, ഗീത, ആകാശനീലിമ, പാൽപയോധി എന്നിവയുടെ അന്തർഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആനന്ദരൂപം ബ്രഹ്മം. ആ അന്തർഭാഗം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതമമായ ഭാവാണ്. സ്ഥൂലത്തെ അപഗ്രഥിച്ച് ചെന്നാൽ എത്തിച്ചേരുന്ന സൂക്ഷ്മത്തിലാണ്. സ്ഥൂലം തന്നെ മറിയും. അതുപോലെ സ്ഥൂലത്തെ ഉദ്ഗ്രഥിച്ചാലും അഖണ്ഡമായ ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടാകും. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ നിറഞ്ഞ് എല്ലാമായി തീർന്ന് വർത്തിക്കുന്ന ഒരേ ഒരു തത്വം ആനന്ദാണ്. ആ ആനന്ദമാണ് ജീവിതത്തിന്റെ നിത്യഭാസുരമായ സ്വരൂപം.
അത് പ്രാപിക്കലാണ് ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കണം.